കഴിഞ്ഞ ദിവസം ടെൻഡർ കോക്കനട്ട് കേക്കിൻ്റെ വീഡിയോ നമ്മൾ പോസ്റ്റ് ചെയ്തപ്പോൾ അതിൽ കുറച്ച് കമൻറ്റ്സ് വന്നായിരുന്നു. കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ 0% ആണ്, ഇതിൽ ഡെക്കറേഷൻസ് ഒന്നും ഇല്ല, ഇവരൊക്കെയാണ് കേക്ക് ഉണ്ടാക്കുന്നത്, അങ്ങനെയൊക്കെയായിരുന്നു കുറേ കമൻറ്റ്സ് വന്നിരുന്നത്. ഡെക്കറേഷനെ പറ്റി പറയാനാണെന്നുണ്ടെങ്കിൽ ഡെക്കറേഷൻ ഞാൻ കസ്റ്റമർ തന്ന റെഫറൻസ് പിക്ക് അനുസരിച്ചിട്ടാണ് ചെയ്തേക്കുന്നത്. ഡെക്കറേഷൻ പിന്നെ ഓരോരുത്തരുടെയും പെർസ്പെക്റ്റീവാണ്. അതിപ്പോൾ മറ്റുള്ളവർക്ക് ഇഷ്ടപ്പെട്ടില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അവരുടെ ഇഷ്ടമാണ്, അതിലിപ്പോൾ നമുക്കൊന്നും ചെയ്യാനില്ല. പിന്നെ കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ 0% ആണെന്ന് പറഞ്ഞിട്ട് ആളോട് എനിക്ക് പറയാനുള്ളത്, ആ വീഡിയോയുടെ ലാസ്റ്റ് ഞാൻ കസ്റ്റമർ റിവ്യൂ ഇട്ടിട്ടുണ്ട്. അതും കൂടി കണ്ടിട്ടാണോ ആ ആൾ കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ 0% ആണെന്ന് പറഞ്ഞതെന്ന് എനിക്കറിയില്ല. എനിക്ക് കണ്ടിട്ടില്ലെങ്കിൽ അതൊന്ന് പോയി കാണുന്നത് നല്ലതായിരിക്കും. പക്ഷേ എനിക്ക് ഫീൽ ചെയ്തതൊന്നുമല്ല. ഒരു കമൻറ്റ് വന്നിരുന്നു, ഇവരാണോ കേക്ക് ഉണ്ടാക്കുന്നതെന്ന് പറഞ്ഞിട്ട്. ഈ കേക്കിനെ പറ്റി വല്ല ABCD അറിഞ്ഞിട്ടാണോ ഇവർ ഇതൊന്ന് പറഞ്ഞതെന്ന് എനിക്കറിയില്ല. എനിക്കവരറിയാൻ പാടില്ല, അവർക്ക് എന്നെ പേഴ്സണലി അറിയാൻ പാടില്ല. പിന്നെ എന്തുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഐ ഹാവ് നോ ഐഡിയ. എനിക്കിതെന്തോ നിങ്ങളോട് ഷെയർ ചെയ്യണമെന്ന് തോന്നി. കാരണം ഇങ്ങനെ വന്ന് കമൻറ്റ് ചെയ്യുന്നവർക്കൊന്നും ഒരു കേക്ക് ഉണ്ടാക്കാൻ എത്രത്തോളം ബുദ്ധിമുട്ടുണ്ടെന്ന് അറിയില്ല. എസ്പെഷ്യലി എന്നെ പോലെ പഠിക്കുന്നതിൻ്റെ കൂടെ തന്നെ ഇതുപോലെ സ്മോൾ ബിസിനസ് ചെയ്യുന്ന ആളുകൾ അത്രത്തോളം എഫേർട്ട് എടുത്തിട്ടാണ് ഇത് രണ്ട് കാര്യങ്ങളും ഒരുമിച്ച് കൊണ്ടുപോകുന്നത്. ഇതിൽ നിന്ന് ഭയങ്കരമായ പ്രോഫിറ്റ് കിട്ടിയിട്ടൊന്നുമല്ല, പക്ഷെ നമുക്കത് ചെയ്യാൻ ഇഷ്ടമുള്ളതുകൊണ്ടാണ് നമ്മളതിന് സമയം കണ്ടെത്തുന്നത്. എനിവേയ്സ്, അതൊക്കെ പോട്ടെ, നമ്മുടെ കേക്കിലേക്ക് വരാം. 1 kg വാനില കേക്കാണ് നമ്മൾ ചെയ്യുന്നത്. ബ്രൈറ്റ് ടു ബിക്ക് ഉള്ളൊരു കേക്കാണ്. കസ്റ്റമർ ഒരു റെഫറൻസ് പിക്ക് അയച്ചു തന്നിരുന്നു, ഒരു ഗ്രീൻ ആൻഡ് വൈറ്റ് കേക്കിൽ കുറച്ച് ഫ്ലവേഴ്സൊക്കെ വെച്ചിട്ട് ഒരു ടോപ്പറൊക്കെ കുത്തിയിട്ടുള്ളത്. പക്ഷേ അവർ പറഞ്ഞു ഫ്ലവേഴ്സ് വെക്കണ്ട, കാരണം ബഡ്ജറ്റിൻ്റെ ഇഷ്യൂ ഉണ്ടെന്ന്. അപ്പോൾ ഞാൻ പറഞ്ഞു ഫ്ലവേഴ്സ് വെച്ചില്ലെങ്കിൽ ഒരു ഭംഗി ഉണ്ടാവില്ല, ഭയങ്കര സിമ്പിളായി പോകും എന്ന് പറഞ്ഞു. എന്നിട്ട് ഞാൻ പറഞ്ഞു ഒരു കുറച്ച് ഗോൾഡൻ ഫ്ലേക്സും കുറച്ച് ഷുഗർ ബോൾസ് ഒക്കെ ഇട്ടിട്ട് സെറ്റ് ചെയ്ത് തരാമെന്ന് പറഞ്ഞപ്പോൾ അവർ ഓക്കെ പറഞ്ഞു. അങ്ങനെ ഞാൻ സെറ്റ് ചെയ്ത് കൊടുത്തു. അപ്പോൾ ഇതാണ് നമ്മുടെ കേക്കിൻ്റെ ഫൈനൽ ലുക്ക്. എങ്ങനെയുണ്ടെന്ന് കമൻറ്റ് ചെയ്യൂ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. ബൈ.